ക്യാറ്റ്ലെസ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ ഒരു ഉപ്പേരിക്കടയിലുണ്ട് പത്തനംതിട്ടയിൽ. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. പുരാണ ദിനാശംസകൾ. തിരക്കൊക്കെ ഉണ്ടോ? എന്താണ് ഉപ്പേരിക്കടയിലേക്ക് അവസ്ഥ? ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഏത് തരം ഉപ്പേരിയാണ്? ചിലയിടത്ത് ഈ 4 മുറിക്കുണ്ട്, അതേപോലെ മൊത്തത്തിലുള്ള ചിപ്സ് ഉണ്ട്, ശർക്കര വരട്ടിയുണ്ട്. കടയിൽ വിൽപ്പനയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടോ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ, ഓണാശംസകൾ. ആദ്യം പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലെ തിരക്ക് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തിരക്ക് അല്പം കുറവാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ വാഹനങ്ങളുടെയും ആളുകളുടെയും ഒക്കെ തിരക്കായിരിക്കും. റോഡുകളിൽ തന്നെ ചിപ്സ് കടകൾ ധാരാളമുണ്ട്. അടുക്കി വെച്ച പോലെയാണ് ചിപ്സ് കടകൾ. കാരണം ഓണക്കാലമാണ്, ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ചിപ്സിനാണ് എന്ന് തന്നെ പറയാം. ഇവിടെ പാക്കറ്റുകളിലൊക്കെ ആക്കി എല്ലാം റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. ചിപ്സ് ഉണ്ട്, പക്കാവടയുണ്ട്, പിന്നെ വാഴയ്ക്ക് കൊണ്ടുള്ള വിവിധ ഐറ്റങ്ങളുണ്ട്. അങ്ങനെ കവറുകളിലാക്കി റെഡിമെയ്ഡ് പാക്കറ്റുകൾ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇന്നിപ്പോൾ ചിപ്സിന് എത്രയാണ് വില? ഇന്നത്തെ വില ചിപ്സ് 440 നമ്മൾ 400-നാണ് വിൽക്കുന്നത്. 400-നാണ്. കായ്ക്ക് 80 രൂപ ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ 400-നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓയിലി വറുക്കുന്ന ചിപ്സാണ്. ഒരാഴ്ച മുമ്പ് വരെ എത്രയായിരുന്നു വില? ഓണക്കാലം ആയതുകൊണ്ട് വില കൂട്ടിയതാണോ? അല്ല, കുറച്ച് ദിവസമായിട്ട് കായ്ക്ക് ഇന്ന് ഇപ്പം ഓണം അടുത്തതിനോടനുസരിച്ച് വില കൂടുന്നുണ്ടായിരുന്നു. നമ്മൾ 380, 400 ആ റേഞ്ചിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം 440-ആണ്. അതിപ്പോൾ നമ്മൾ 400-നാണ് കൊടുക്കുന്നത്. 400, 440 ആ റേഞ്ചിൽ ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ടോ? 440 കേൾക്കുമ്പം എല്ലാവരും ഇറങ്ങി പോവുകയാണ്. ഇപ്പം കായ്ക്ക് വില കൂടുതലായതുകൊണ്ട് വീട്ടിൽ വറുക്കുന്നതും ഇതായതുകൊണ്ട് എല്ലാവരും കൂടുതലും കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു വലിയ അളവാണല്ലോ. സാധാരണ ഒരു വീട്ടിലേക്ക് എത്രയാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോവുക? വീട്ടിൽ ഈ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ 250-ൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഇതിനൊക്കെ 1 kg, ½ kg ഒക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വില കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് കച്ചവടം പൊതുവെ കുറവാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? വില കൂടുതലായതുകൊണ്ടല്ലേ ഈ മഴയുടെയും ഇതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്, പിന്നെ റോഡ് പണിയുടെ ആയത് ബ്ലോക്ക് കാരണമുള്ള അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വാങ്ങാനും ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരു 500-ൻ്റെ നോട്ടാണ് കൊടുക്കുന്നത്. 500-ൻ്റെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും ബാക്കി? 500 രൂപയ്ക്ക് 500 രൂപ തന്നെ ആയി. എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് വാങ്ങിക്കുന്ന ഇവരുടെ ഈ ചിപ്സിനൊക്കെ വില കൂടുതൽ 440 എന്ന് പറയുന്നത് 400-നാണ് അവർ കൊടുക്കുന്നതെന്ന് പറയുന്നത്. മുതലാകുമോ? ഓണം ആകുമ്പോൾ വാങ്ങിച്ചല്ല ഒക്കത്തുള്ളൂ. അന്നേരത്തെ വില കൂടുതലൊന്നും നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല. 500 ആണെങ്കിലും നമ്മൾ വാങ്ങിക്കും. 500 ആണെങ്കിലും വാങ്ങിക്കും. ഇനി 1000 ആണെങ്കിലും വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ. ഓക്കെ. കവറിനകത്തൊക്കെ ആക്കി ഇപ്പോൾ എത്ര വാങ്ങിച്ചത്? അത് 1 കിലോയാണ്. 1 കിലോ വാങ്ങിച്ചു. ഓക്കെ. 440 എന്ന് പറയുന്നു, 400-ന് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് മലയാളികളുടെ ഒരു മനോഭാവം. അതായത് ഓണമാണ്, 500 അല്ലെങ്കിൽ 1000 ആണെങ്കിലും ചിപ്സ് അവർ പൊന്നും വിലയാണെങ്കിലും വാങ്ങിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ അപ്പുറത്ത് വേറൊരു കടകളുണ്ട്. ഇവിടെ ചിപ്സ് അവർ സ്വന്തമായിട്ട് തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ കടയിൽ നിന്ന് എത്ര വില ചിപ്സിന്? നമ്മുടെ ചിപ്സിന് 1 കിലോ ചിപ്സ് 400 രൂപ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കുറയോ? ഇല്ല, കുറയത്തില്ല. വെളിച്ചെണ്ണയ്ക്കും കായ്ക്കും ഒക്കെ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത്തയ്ക്ക കിട്ടാനില്ലേ? ഇല്ല, ലാഭമില്ല, മുതലിന് അങ്ങ് കൊടുക്കുക. ഓക്കെ, അതാണ് ചേട്ടൻ ഇവിടെ നല്ല അടുക്കി വെക്കുകയാണ്. ഈ ഇതിനൊക്കെ എത്ര വില? ശർക്കര വരട്ടി ഈ കിലോ 440. ഇതെല്ലാ കടകളിലും ഒരേ വിലയാണോ? നമ്മൾ വെളിച്ചെണ്ണയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിപ്സ് കിലോ 450 രൂപ, ശർക്കര വരട്ടി കിലോ 440 രൂപ, ചക്കയുപ്പേരി കിലോ 480. ഓക്കെ. 400-ൽ കുറഞ്ഞൊരു കളിയില്ലാരും. എല്ലാത്തിനും 400 രൂപയ്ക്ക് മുകളിലാണ്. പിന്നെ അവർ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ പറയുന്നുണ്ട്. മലയാളികളായതുകൊണ്ട് എത്ര വിലയാണെങ്കിലും ഉപ്പേരിയൊക്കെ ആ വിലയ്ക്ക് തന്നെ, പറഞ്ഞ വിലയ്ക്ക് തന്നെ വാങ്ങിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ ഇപ്പോൾ കച്ചവടം പൊടി പിടിക്കുകയാണ്. കച്ചവടക്കാർ പറയുന്നത് ഏത്തയ്ക്കായ്ക്ക് വില കൂടി, ഒപ്പം തന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടിയതുകൊണ്ട് അവർ 400 രൂപ അല്ലെങ്കിൽ 440 രൂപ ആ റേഞ്ചിലാണ് വിൽക്കുന്നതെന്നാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കച്ചവടക്കാർ പറയുന്നത്. അരുൺ. ഓക്കെ, പലതരം ചിപ്സുകളുണ്ട് വിപണിയിലൊക്കെ. വിപണി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിപ്സൊക്കെ വാങ്ങി, ശർക്കര വരട്ടിയൊക്കെ വാങ്ങി അമ്മയെ കാണാനും അച്ഛനെ കാണാനും അമ്മയെ കാണാനും ഒക്കെയുള്ള ഓട്ടത്തിലായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്നിപ്പോൾ പുരാണ ദിനത്തിൻ്റെ തിരക്കാണ്. വിപണിയൊക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. മഴ മുന്നറിയിപ്പുണ്ട്. 8 ഇടത്താണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവോണ ദിവസം മാത്രം നിലവിൽ മഴ മുന്നറിയിപ്പുകളില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം ദാവരുന്നു തിരികെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുഴു കാപ്പിയും ചുഴു വാർത്തയും, വാർത്താ വിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ.